ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 21 സങ്കീർത്തനമാണ്. നാം കഴിഞ്ഞ ദിവസം 20 സങ്കീർത്തനത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? അവരുടെ രാജാവിനെ രക്ഷിക്കണം, അവരുടെ രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം അവന് നൽകണം. അതുപോലെ തന്നെ അവർ പ്രഖ്യാപിക്കുകയായിരുന്നു, ഞങ്ങൾ രഥങ്ങളിലും കുതിരകളിലും ഒന്നുമല്ല ആശ്രയിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടെയാണ് അവർ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 21 സങ്കീർത്തനത്തിൽ ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയം ലഭിച്ചതിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ പ്രാർത്ഥന കഴിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും ലഭിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇവിടെ എന്താണ് പറയുന്നത്? അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അതായത് ഞങ്ങളുടെ രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നീ നിഷേധിച്ചതുമില്ല. അതായത് അവൻ എന്തൊക്കെ നിന്നോട് ചോദിച്ചോ, ദൈവത്തെ സ്തുതിക്കുകയാണ്, നീ എന്തൊക്കെ അവന് ആവശ്യമായിരുന്നതോ അതെല്ലാം കൊടുത്തു. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. അതുപോലെ തന്നെ അവൻ്റെ രാജ്യത്വത്തെ സ്ഥിരമാക്കി എന്ന് പറയുന്ന ഒരു വാക്യമാണ് തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വെച്ചു എന്നുള്ളത്. അപ്പോൾ ആ രാജാവ് തനിക്ക് ജീവനെ അപേക്ഷിച്ചു, ദൈവം അവന് ജീവനെ കൊടുത്തു. അപ്പോൾ ഇവിടെ ആ ജീവനെ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നാം എന്താ ഓർക്കുന്നത്? കർത്താവ് പറയുന്നു, ഞാൻ ജീവനും സമൃദ്ധിയായ ജീവൻ തരുവാനുമാണ് വന്നത്. അത് ക്രിസ്തുവിന് മാത്രമേ നമുക്ക് വാഗ്ദത്തം ചെയ്യാനോ തരാനോ സാധ്യമാകുകയുള്ളൂ. ക്രിസ്തുവിനെ അറിയുന്നവർക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് താൻ നിത്യജീവനെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ 21 സങ്കീർത്തനം വായിച്ചു വരികയാണെങ്കിൽ ഒരു സാധാരണ രാജാവിനെക്കുറിച്ചല്ല ഈ പറയുന്നതെന്നും കൂടെ ചില വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു എന്ന രാജാവിൻ്റെ നിത്യരാജത്വത്തെക്കുറിച്ചും കൂടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തെ ഒരു മശിഹൈക സങ്കീർത്തനമായിട്ട് കണക്കാക്കുന്നത്. നിൻ്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് നീ അവനെ ആനന്ദിപ്പിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെപ്പോഴും സന്തോഷമുണ്ട് എന്നുള്ള കാര്യമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ ഇരിക്കുമെന്ന് അർത്ഥമാക്കുന്ന ഒരു വാക്യം ഇവിടെയുണ്ട്. അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. അതായത് രാജാവിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ രാജാവിനുള്ളതുകൊണ്ട് അവൻ ഇനി ശത്രുവിനെ ഭയപ്പെടുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് യാഗമായിട്ട് തീർന്നപ്പോൾ അവിടെ ഒരു വലിയ യുദ്ധം ജയിക്കുകയാണ്. യുദ്ധം ജയിക്കുക എന്ന് വെച്ചാൽ ആ ഈവിൾ ഫോഴ്സസിനെതിരായിട്ടാണ് കർത്താവ് യുദ്ധം ചെയ്തത്. കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടി ആ ജയത്തിൻ്റെ അനുഭവമാണ് നമുക്കിന്ന് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോൾ നിത്യരാജ്യത്വവും നിത്യരക്ഷയും ഇതൊക്കെയും പറയുന്ന ഒരു സങ്കീർത്തനമാണിത്. അതിനോട് കൂടെ തന്നെ ഇനി വിശ്വസിക്കാത്തവർക്ക്, അതായത് എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവം അയച്ചവനിൽ നാം വിശ്വസിക്കുക. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്. അപ്പം ദൈവം അയച്ചവനാരാണ്? ക്രിസ്തുവാണ്, യേശുവാണ് കർത്താവ് അയക്കപ്പെട്ടവൻ. അല്ലെങ്കിൽ ദൈവം അയച്ച
ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, അതായത് പിതാവയച്ച പുത്രനായ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്. ആ വിശ്വാസത്തിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. പിന്നീട് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. ആരെയാണ്? ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, ദൈവം അയച്ച ക്രിസ്തുവിൽ നാം വിശ്വസിക്കുക. ഇന്നിപ്പോൾ നമുക്ക് കൃപായുഗം, നമ്മൾ വിശ്വാസത്താലെ കൃപയാലെ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഏവരും ക്രിസ്തുവിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളോ പ്രവൃത്തികളോ ഒന്നുമല്ല ആവശ്യമായിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി കർത്താവ് ശിക്ഷ അനുഭവിച്ചു. നാം ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനോട് നന്ദിയുള്ളവരായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്. സ്തോത്രം.